വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ഇന്നത്തെ ക്ലൈമറ്റ് ഇങ്ങനെയാണ് കേട്ടോ. രാവിലെ നല്ല രീതിയിലുള്ള വെയിലുണ്ടായിരുന്നു. ആ വെയിലും കണ്ടുകൊണ്ട് ഞാൻ മിറ്റം തൂക്കാനായിട്ട് ഇറങ്ങിയപ്പോഴത്തേനും മഴ പെയ്തു. പിന്നെ ഞാൻ പകുതിയെ തൂത്തുള്ളൂ, ബാക്കി തൂത്തിട്ടില്ല. കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാട്ടേന്ന് ഓർത്ത് കേട്ടോ. അങ്ങനെ അപ്പം ഞാൻ ഇന്ന് തൊട്ട് ഒരു ചലഞ്ച് ഏറ്റെടുത്തിരിക്കുകയാണ് കേട്ടോ. എന്താണെന്ന് ചോദിച്ചാൽ വെയിറ്റ് ലോസ് ചലഞ്ചാണ് കേട്ടോ. അതായത് നമ്മുടെ ബോഡിയെക്കുറിച്ച് നമ്മളെക്കാൾ കൂടുതൽ കരുതലുള്ളത് ആർക്കാണെന്നറിയോ? നമ്മുടെ പൊതുസമൂഹത്തിനാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓവറായിട്ട് മെലിഞ്ഞിരുന്നാലും അവർ പറയും, അയ്യോ എന്താ ഇങ്ങനെ മെലിഞ്ഞിരിക്കണേ, എന്തെങ്കിലും അസുഖമുണ്ടോ അങ്ങനെ ചോദിക്കും. എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കും. അതുപോലെ തന്നെ നമ്മൾ ഓവറായിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്താലും വണ്ണം വെച്ചാലും ചോദിക്കും, എന്താ ഇങ്ങനെ തടിച്ചിരിക്കുന്നേ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ, എന്തെങ്കിലും അസുഖമുണ്ടോ, എന്തെങ്കിലും ഗുളിക കഴിക്കുന്നുണ്ടോ അങ്ങനെ ചോദിക്കും. അങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മുടെ ചുറ്റിനുമുള്ളത്. അപ്പം എനിക്കുണ്ടായൊരു അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ പുറത്ത് പോയപ്പോൾ എന്നോട് അതും കൂടുതലും ആണുങ്ങൾക്കാണ് കേട്ടോ, കളിയാക്ക് കൂടുതൽ. അപ്പോൾ ഒരു പുള്ളിക്കാരൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു, അയ്യോ എന്നാ വണ്ണവാ, സീറ്റ് തികയുമോ എന്നോട് ചോദിച്ചു വണ്ടിയിലിരുന്നപ്പോൾ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അതങ്ങ് എന്താ പറയുക, എനിക്ക് ഭയങ്കരമായിട്ട് അതങ്ങ് ഹേർട്ട് ചെയ്തു. അതായത് ഒരാൾ നമ്മളോട് അങ്ങനെ ചോദിക്കുമ്പം എത്രമാത്രം സ്ട്രോങ് ആയിട്ടുള്ള ആളാന്ന് പറഞ്ഞാലും ഒരു നിമിഷത്തേന് അവർ പെട്ടെന്ന് ഡൗൺ ആയി പോകും അല്ലേ. അപ്പം ഞാൻ വിചാരിച്ചത് അത്രയ്ക്ക് വണ്ണം ഉണ്ടോ, എനിക്ക് ഓൾറെഡി ഹൈറ്റ് നമുക്ക്, അതായത് എനിക്ക് കുറവായതുകൊണ്ട് തന്നെ വെയിറ്റ് നമുക്ക് തോന്നിക്കും, ഒരു ഉരുളിമ തോന്നിക്കും. അപ്പം ഞാൻ ഇതിന് മാത്രം വണ്ണമുള്ള ഒരാളല്ലായിരുന്നു. കുഞ്ഞൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ബോഡി എന്താ പറയുക, നമുക്ക് നമ്മുടെ ബോഡി ശ്രദ്ധിക്കാനൊന്നും പറ്റില്ല. പിന്നെ ഫുൾ ടൈം കുഞ്ഞിൻ്റെ കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയാണ് സത്യം പറഞ്ഞാൽ ഇപ്പം ഞാൻ ഇത്ര വണ്ണം എന്ന് മീൻസ് ഒത്തിരി വണ്ണം അല്ല കേട്ടോ. അപ്പം മറ്റുള്ളവരുടെ കണ്ണിൽ നോക്കുമ്പോൾ അവർക്കിത് ഭയങ്കര വീർപ്പുമുട്ടലാണ്. അതായത് നമ്മൾ വണ്ണം വെക്കുന്നതിൽ സങ്കടപ്പെടുന്ന ഒരു സമൂഹമാണ് നമ്മുടെ ചുറ്റിനുമുള്ളത്, നമ്മൾ മെലിഞ്ഞാലും. അപ്പം ഞാൻ ചേട്ടായിയോട് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേനും ചേട്ടായി എന്നോട് പറഞ്ഞു, എന്താ നീ ഒരു കാര്യം ചെയ്യ്, എക്സസൈസൊക്കെ ചെയ്യ്, രാവിലെ എണീറ്റ് എക്സസൈസും കാര്യങ്ങളുമൊക്കെ ചെയ്യും മോൾ എണീക്കുന്നതിന് മുമ്പ് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ എങ്കിൽ അങ്ങനെ തുടങ്ങാം. അപ്പോൾ ഒരു മാസമാണ് ഞാൻ പറഞ്ഞിരിക്കുന്ന ചേട്ടായിയോട്, ഒരു മാസത്തിനുള്ളിൽ ഞാൻ വണ്ണം കുറച്ചിരിക്കും, എൻ്റെ വെയിറ്റ് കുറച്ചിരിക്കും. എന്നിട്ട് ഈ പറയുന്ന ആളുടെ അടുത്ത് ചെന്നിട്ട് എനിക്ക് ചോദിക്കണം, ചേട്ടാ ഇനി സീറ്റ് തികയുമോ എന്ന് എനിക്ക് ചോദിക്കണം. അപ്പം അതായത് ഈ പറയുന്ന പുള്ളിയുടെ വൈഫ് എന്താ പറയുക, നല്ല രീതിയിൽ വണ്ണമുള്ളൊരു പുള്ളിക്കാരത്തിയാണ്, ഒരു ചേച്ചിയാണ്. പക്ഷേ അയാൾക്ക് അത് ബുദ്ധിമുട്ടല്ല. മറ്റുള്ളവരുടെ എന്താ പറയുന്നത് കുറ്റവും കുറവും ഒക്കെ കണ്ടുപിടിക്കാനുള്ള ഒരു ആൾക്കാരുടെ ഒരു ത്വരയുണ്ടല്ലോ, എൻ്റെ പൊന്നെ അത് സമ്മതിക്കണം. അങ്ങനെയുള്ള ഒരു ജനക്കൂട്ടത്തിനിടയിലാണ് നമ്മൾ താമസിക്കുന്നത്. എല്ലാവരും എന്നൊന്നും അല്ല കേട്ടോ, പക്ഷെങ്കിൽ ഒരു പറ്റം ആൾക്കാർ ഒക്കെ അങ്ങനെയുള്ളവരാണ്. ശരിക്കും പറഞ്ഞാൽ എന്താ പറയുന്നത്, നമ്മൾ എത്രമാത്രം ബോൾഡായിട്ടിരുന്നാലും ഒരാളുടെ ഒരു വർത്തമാനം മതി നമ്മൾ പെട്ടെന്ന് ഡൗൺ ആയി പോകാനായിട്ട്. അപ്പം അങ്ങനെ ഞാനും പെട്ടെന്ന് എന്താ പറയുക, എനിക്ക് എന്തോ പോലെ ഷോക്കായിപ്പോയി. അത് ഒരാൾ നമ്മുടെ ബോഡിയെ ഷെയിം ചെയ്യുന്നത് പോലെ. സത്യം പറഞ്ഞാൽ ബോഡി ഷെയിമിങ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ ക്രിമിനൽ കുറ്റമാണ് അല്ലേ. പക്ഷേ എനിക്കത് പെട്ടെന്ന് എനിക്ക് പ്രതികരിക്കാനും പറ്റിയില്ല. ഞാൻ അങ്ങ് ചൂളിപ്പോയി. എനിക്കെന്തോ പെട്ടെന്നൊരു വിഷമം വന്നു. അത് നമ്മുടെ ഹസ്ബൻഡിന് മുന്നിൽ വെച്ച് നമ്മളെ പറയുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു വിഷമമല്ലേ അങ്ങനെ. അപ്പോൾ എന്തായാലും ഞാൻ ഒരു മാസത്തിനുള്ളിൽ എൻ്റെ വെയിറ്റ് കുറച്ചിരിക്കും. എന്നിട്ട് ഞാൻ അയാളോട് ചെന്ന് ചോദിക്കും, ഇപ്പം സീറ്റ് തികയുമോ എന്ന് എനിക്ക് ചോദിക്കണം. അതിനുള്ളൊരു വാശിയിലാണ് ഞാൻ അങ്ങനെ. അപ്പോൾ എന്നെപ്പോലെ ഇങ്ങനെ, അതായത് മറ്റുള്ളവരിങ്ങനെ വന്ന് നിനക്ക് ഭയങ്കര വണ്ണമാണ് അല്ലേ, നീ ഭയങ്കരമായിട്ട് മെലിഞ്ഞിരിക്കുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ, ഇങ്ങനെ ഹേർട്ടായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? അങ്ങനെയുള്ളവർ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തേന് ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.